1000 ടാർഗറ്റുകൾ ലക്ഷ്യം പ്രയോഗിച്ചത് 23-ലേറെ മാരക പ്രഹരശേഷിയുള്ള വിവിധ ആയുധങ്ങൾ. പറഞ്ഞുവരുന്നത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ കൊലപാതകത്തിന് വരെ കാരണമായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ട സൈനിക നീക്കത്തിൽ ഉപയോഗിച്ച ആയുധ ഭീമന്മാരെക്കുറിച്ചാണ്. ആദ്യ 24 മണിക്കൂറിൽ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാൻ മണ്ണിലേക്ക് പ്രയോഗിച്ചത്. ഈ ആയുധങ്ങളുടെയും വിമാനങ്ങളുടെയും പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡ്. 1000 ടാർഗറ്റുകൾ ലക്ഷ്യം വെച്ച സൈനിക നടപടിയിൽ 23-ലേറെ തരത്തിലുള്ള ആയുധങ്ങളാണ് പ്രയോഗിച്ചതെന്നാണ് US വിശദമാക്കുന്നത്. 2003-ലെ ഇറാഖ് അധിനിവേശത്തിന് ശേഷം മേഖലയിലെ ഏറ്റവും വലിയ വ്യോമസേനാ വിന്യാസമാണ് അമേരിക്ക നടത്തിയത്. ഫെബ്രുവരി 28-ന് ടെഹ്റാൻ സമയം രാവിലെ 9:45-ന് പകൽ വെളിച്ചത്തിലാണ് ഈ ആക്രമണം ആരംഭിച്ചത്. ഇസ്രയേലിന്റെ ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന സൈനിക നീക്കവുമായി പൂർണ്ണമായും സഹകരിച്ചാണ് എപ്പിക് ഫ്യൂരി നടപ്പിലാക്കിയത്. ഇറാന്റെ ആണവായുധ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ കൃത്യമായ സ്ഥാനം തിരിച്ചറിഞ്ഞ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആക്രമണം തുടങ്ങിയതും. ഏതൊക്കെയായിരുന്നു ആ ആയുധങ്ങൾ? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. B-2 സ്പിരിറ്റ്. അമേരിക്കയിൽ നിന്ന് നേരിട്ട് പറന്ന B-2 ബോംബറുകൾ 2000 പൗണ്ട്, അതായത് ഏകദേശം 907 കിലോ ഭാരമുള്ള ഗൈഡഡ് ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. എയർ ട്രാഫിക് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ വിവരങ്ങൾ പ്രകാരം 4 B-2 വിമാനങ്ങൾ ആദ്യ ദൗത്യത്തിൽ പങ്കെടുത്തതായാണ് കണക്കാക്കപ്പെടുന്നത്. F-35 ലൈറ്റനിങ് സെക്കൻഡ്. 30ഓളം AF-35 സ്റ്റെൽത്ത് വിമാനങ്ങളെ US പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഇറാന്റെ തെക്ക് ഭാഗത്തുള്ള കടലിൽ നിലയുറപ്പിച്ചിരുന്ന USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിലെ ഒരു സ്ക്വാഡ്രൺ F-35C വിമാനങ്ങളും ഈ ആക്രമണത്തിൽ ഭാഗമായി. F-22 റാപ്റ്റർ. ആദ്യമായാണ് ഇത്തരമൊരു യുദ്ധ നടപടിക്കായി F-22 വിമാനങ്ങൾ ഇസ്രയേലിൽ വിന്യസിക്കപ്പെടുന്നത് എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. മറ്റ് വിമാനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിനും ശത്രു വിമാനങ്ങളെ നേരിടുന്നതിനുമാണ് ഇവയെ പ്രധാനമായും ഉപയോഗിക്കുന്നത്. F-16 ഫൈറ്റിംഗ് ഫാൽക്കൺ. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ളതും അമേരിക്ക കൃത്യമായി കൂടുതൽ വിശദാംശങ്ങൾ നൽകാത്ത ഡസൻ കണക്കിന് F-16 വിമാനങ്ങളാണ് പശ്ചിമേഷ്യയിൽ ഉള്ളത്. A-10 തണ്ടർ ബോൾട്ട് സെക്കൻഡ്. കരസേനയെ സഹായിക്കുന്നതിനും ശത്രു താവളങ്ങൾ തകർക്കുന്നതിനും ഉപയോഗിക്കുന്ന വിമാനമാണിത്. A-10 തണ്ടർ ബോൾട്ടിനെ കുറഞ്ഞത് ഒരു സ്ക്വാഡ്രണെങ്കിലും ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ജാം ചെയ്യാനും തകർക്കാനും രൂപകൽപ്പന ചെയ്ത വിമാനങ്ങളാണിത്. USS ജെറാൾഡ് ആർ ഫോർഡ്, USS എബ്രഹാം ലിങ്കൺ എന്നീ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് ഇവ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ലൂക്കാസ് ഡ്രോണുകൾ. വൺ വേ അറ്റാക്ക് ഡ്രോണുകളാണ് ലൂക്കാസ്. ഇവ ആദ്യമായാണ് അമേരിക്ക ഇറാനിൽ ഉപയോഗിക്കുന്നത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. ചെലവ് കുറഞ്ഞ അൺമാൻഡ് കോമ്പാക്ട് അറ്റാക്ക് സംവിധാനമാണിവ. M142 ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ്. ഒരേ സമയം ഒന്നിലധികം മിസൈലുകൾ വിക്ഷേപിക്കുന്ന സംവിധാനമാണിത്. 1996-ൽ ലോക്ഹീഡ് മാർട്ടിൻ മിസൈൽസ് ആണ് ഇവ നിർമ്മിക്കുന്നത്. 6ഓളം മിസൈലുകൾ ഇതിൽ നിന്ന് പ്രയോഗിക്കാൻ സാധിക്കുമെന്നതാണ് പ്രത്യേകത. ഇവ മാത്രമല്ല, ലൂക്കാസ് ഡ്രോണുകൾ, പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈൽ സംവിധാനം, താഡ് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം, എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ എയർക്രാഫ്റ്റ്, എയർബോൺ കമ്മ്യൂണിക്കേഷൻ റിലേ, P-8 മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ്, RC-135, MQ-9 റിപ്പേഴ്സ്, M142 ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സംവിധാനം, ന്യൂക്ലിയർ പവർ എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ, ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ, റീഫ്യൂവലിംഗ് ടാങ്കിംഗ് വിമാനം, റീഫ്യൂവലിംഗ് കപ്പലുകൾ, C-17 ഗ്ലോബ് മാസ്റ്റർ കാർഗോ വിമാനം, C-130 കാർഗോ വിമാനം എന്നിവയും ഉപയോഗിച്ചതായാണ് സെൻട്രൽ കമാൻഡ് വിശദമാക്കുന്നത്. ഇതിനു പുറമെ തങ്ങളുടെ മാത്രം ചില പ്രത്യേക സംവിധാനങ്ങളും ആക്രമണത്തിന് ഉപയോഗിച്ചതായി സെൻട്രൽ കമാൻഡ്സ് കൂട്ടിച്ചേർക്കുന്നു. 1991-ലെ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം മാതൃക പിന്തുടർന്ന് ഇറാന്റെ പ്രധാന അധികാര കേന്ദ്രങ്ങളിലാണ് സെൻട്രൽ കമാൻഡ് ആക്രമണം നടത്തിയത്. ആയത്തുള്ളയുടെ കേന്ദ്രങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആസ്ഥാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ, നാവിക കപ്പലുകൾ, അന്തർവാഹിനികൾ, സൈനിക വാർത്താവിനിമയ കേന്ദ്രങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്.
ഇസ്രയേൽ സേനകൾ ഇറാന്റെ സൈന്യത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചെങ്കിലും മേഖലയിലുടനീളമുള്ള സൈനിക താവളങ്ങൾക്കും സിവിലിയൻ ലക്ഷ്യസ്ഥാനങ്ങൾക്കും നേരെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ഇറാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. പോർവിമാനങ്ങൾ വട്ടമിട്ട് പറക്കുന്ന ആകാശമാണ് ഇപ്പോൾ ഇറാനിൽ. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആരംഭിച്ച യുദ്ധം മിഡിൽ ഈസ്റ്റിൽ മൊത്തത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പോർവിളിയും തമ്മിലടിയും ഗുരുതരമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. എന്നാൽ ഇതിലെല്ലാം ദുരിതം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ് എന്നത് മറ്റൊരു വാസ്തവം.